നമസ്കാരം. ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വിദേശകാര്യ നയങ്ങളുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി എടുക്കുന്ന തീരുമാനങ്ങൾ പരിപൂർണമായി തെറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം, ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം, ഇത് മൂന്നുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ അന്തർദേശീയ നയങ്ങളുമായി ബന്ധപ്പെട്ടതിൽ ഏറ്റവും സുവ്യക്തമായിട്ടുള്ള ചില തീരുമാനങ്ങൾ. റഷ്യ ഇറാനുമായി സഹകരിക്കുകയാണ്. റഷ്യ അമേരിക്കയുടെ എതിരാളിയാണ്. റഷ്യ ഒരു രീതിയിലും അമേരിക്ക അംഗീകരിക്കാൻ പോകുന്നില്ല. ഇവിടെ നരേന്ദ്രമോദി എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെ കൃത്യമായി ലോക്സഭയിൽ രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടത്? നരേന്ദ്രമോദിയെ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിൽ പ്രതിപക്ഷം ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയാണ്, രാജ്യദ്രോഹികളാണ് അവർ എന്ന് പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജ്ജു പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇറാന്റെ വലിയ സഹായം എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അതുപോലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുഗമമായ സഞ്ചാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങളുണ്ട്. നോക്കൂ, അമേരിക്കയുമായി ഇറാൻ ഒരു വ്യാപാര കരാർ ഒപ്പിടാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ അതിനു മുമ്പുള്ള സമാധാന കരാർ തന്നെ ഇവിടെ അമേരിക്ക ബ്രേക്ക് ചെയ്യുകയാണ്. അമേരിക്ക കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. താരിഫ് നയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ എത്രത്തോളം ബുദ്ധിമുട്ടിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ട്രംപ് മൈ ട്രൂ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദി വാഗ്വാദങ്ങൾ നടത്തുന്നു, തള്ളുന്നു. ഇതൊന്നും കൊണ്ട് ആളുകൾക്ക് മനസ്സിലാകില്ല. ജോർജിയ മെലോനി എന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രിക്ക് പോയി മെലഡി ചോക്ലേറ്റ് കൊടുത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്വയം പൂക്കിയാണെന്ന് വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. എന്തൊരു നിരുത്തരവാദിത്തപരമായാണ് ഒരു ലോക നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം സ്വയം വിഡ്ഢിവേഷം കെട്ടി കോമാളിത്തരം കാണിക്കുന്നത്. എന്നിട്ട് ജോർജിയ മെലോനിയെ കൊണ്ട് പറയിപ്പിക്കുന്നു, ഞങ്ങൾ വളരെയധികം ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്നവരാണ്, സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ രണ്ടുപേരുടെയും ഫോട്ടോകൾ ട്രെൻഡിങ് ആണ്. ഇതൊന്നുമല്ല ലോകരാജ്യങ്ങളിൽ ഉള്ള നേതാക്കൾ ഇന്ത്യയെക്കുറിച്ച് ഉറ്റുനോക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബ്രിക്സ് ഉച്ചകോടി ആയിരുന്നാലും, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനകളിൽ നമ്മുടെ രാജ്യം പ്രദാനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിക്കുന്ന വിഷയത്തിലും ഏറ്റവും കൂടുതൽ ഇന്ത്യയെ എങ്ങനെയൊക്കെ ചാമ്പാം എന്ന് ആലോചിച്ച് ഗവേഷണം നടത്തി വരുന്നവരാണ് അമേരിക്കയുടെ ഭരണാധികാരികൾ. അവിടെ ഇന്ത്യക്ക് കൃത്യമായ സപ്പോർട്ടുമായി എത്തുന്നത് റഷ്യയും ഇറാനുമാണ്. അന്തർദേശീയ നയങ്ങളിൽ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾക്ക്, പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രിയായ ഡോക്ടർ എസ് ജയശങ്കർ തീർത്തും പരാജയം സമ്മതിക്കുന്ന രീതിയിൽ നിരുത്തരവാദിത്തപരമായിട്ടുള്ള തീരുമാനങ്ങൾ ആണ് എടുക്കുന്നത്. നരേന്ദ്രമോദിയും ജോർജിയ മെലോനിയും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ഈ പറയുന്ന ഡോക്ടർ എസ് ജയശങ്കർ ഊറിച്ചിരിക്കുന്നതും വിരൽ മൂക്കത്ത് വെച്ച് ഇങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുന്നതും ഒക്കെ ഗോദി മീഡിയകൾ എന്തോ വലിയ സംഭവം നടന്നിരിക്കുകയാണ്, നരേന്ദ്രമോദി ഒരു സംഭവമാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നെങ്കിലും വാസ്തവത്തിൽ അദ്ദേഹം കോമാളിയായിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഈ രാജ്യത്ത് വിഡ്ഢിവേഷം കിട്ടുകയാണ്. ഇന്ദിരാഗാന്ധിയെ പോലെ, ജവഹർലാൽ നെഹ്റുവിനെ പോലെ ദീർഘവീക്ഷണമുള്ളവർ ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നതും അവർ 55 കൊല്ലത്തോളം ഭരിച്ച ഇന്ത്യയെ BJP-യുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയൊക്കെയാണ് പിച്ചി ചീന്തി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ളതും ഏറ്റവും വലിയ ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണിത്.